ഇന്ന് ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീർ സ്മൃതി ദിനം. അക്ഷരങ്ങളുടെ സുൽത്താനായിരുന്ന ജനകീയ എഴുത്തുകാരൻ. മലയാള സാഹിത്യ ലോകത്ത് എക്കാലവും ജ്വലിച്ചു നിൽക്കുന്ന നമ്മുടെ ബേപ്പൂർ സുൽത്താൻ എന്ന കഥാകാരൻ 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു. കായി അബ്ദുറഹിമാൻ കുഞ്ഞാത്തുമ്മ ദമ്പതികളുടെ 6 മക്കളിൽ മൂത്തയാളായിരുന്നു ബഷീർ. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. സ്വതസിദ്ധമായ രചനാശൈലി കൊണ്ട് മലയാളി മനസ്സുകളിൽ നക്ഷത്രശോഭയോടെ ജ്വലിച്ചു നിൽക്കുന്ന സാധാരണക്കാരായ വായനക്കാരുടെ കഥാകാരൻ. സർവാദരണീയനായ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടാണ് ബഷീറിൻ്റെ രചനകളെല്ലാം തന്നെ ജനപ്രീതി നേടിയത്. ഒരേ സമയം വായനക്കാരനെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കരയിപ്പിക്കാനും കഴിയുന്ന ലളിതമായ ഭാഷ, ഹൃദ്യമായ ആഖ്യാന ശൈലി, ഹാസ്യത്തിൽ ഒളിപ്പിച്ച വിമർശനാത്മകമായ ചോദ്യങ്ങൾ സമൂഹത്തിനു നേരെ ഉയർത്താൻ തൻ്റെ രചനകളിലൂടെ അദ്ദേഹം ശ്രമിച്ചു. തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളുടെ തീവ്രതയാകാം അദ്ദേഹത്തിൻ്റെ രചനകളെയും അദ്ദേഹത്തെയും അനശ്വരമാക്കുന്നത്. ബഷീർ കൃതികളിലെ കഥാപാത്രങ്ങൾ വായനക്കാരൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. പ്രേമലേഖനം എന്ന കൃതിയിലെ കേശവൻ നായരെയും സാറാമ്മയെയും ഒരു കാലത്തും മറക്കാനാവില്ല മലയാളികൾക്ക്. സമുദായ സൗഹാർദ്ദത്തിനോ സന്മാർഗ ചിന്തയ്ക്കോ കോട്ടം തട്ടാത്ത വിധത്തിൽ ഒരു പ്രേമകഥ വിജയകരമായി അവതരിപ്പിച്ച ബഷീറിൻ്റെ പ്രേമലേഖനം വായിക്കാത്തവർ ഉണ്ടാകില്ലെന്ന് തന്നെ പറയാം. പുസ്തക രൂപത്തിൽ പ്രസാധനം ചെയ്യപ്പെട്ട ആദ്യ രചനയാണ് പ്രേമലേഖനം. അദ്ദേഹം ജയിലിൽ കിടക്കുന്ന ഒരവസരത്തിലാണ് ഈ ലഘു നോവൽ എഴുതിയത്. രാജ്യദ്രോഹപരമായി ഈ രചനയിൽ ഒന്നുമില്ലെങ്കിലും 1944 ഇത് നിരോധിക്കപ്പെടുകയും ഇതിൻ്റെ കോപ്പികൾ കണ്ടുകിട്ടുകയും ചെയ്തു. വളരെ കുറച്ച് മാത്രം എഴുതിയിട്ടും ബഷീറിനിസം അല്ലെങ്കിൽ ബഷീർ സാഹിത്യം എന്നത് മലയാളത്തിലെ ഒരു സാഹിത്യ ശാഖയായി മാറിയത് അദ്ദേഹത്തിൻ്റെ രചനാപാടവം തന്നെയാണ്. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി, കാലാതിവർത്തിയായി. ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും സ്വവർഗാനുരാഗികളും നിറഞ്ഞ ഒരു ഫാൻ്റസിയായിരുന്നു ബഷീറിൻ്റെ ലോകം. ഇത്തരം കഥാപാത്രങ്ങളുടെ ചിന്തകൾക്കോ വികാരങ്ങൾക്കോ അതുവരെയുള്ള സാഹിത്യത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. സമൂഹത്തിനു നേരെയുള്ള വിമർശനാത്മക ചോദ്യങ്ങൾ അദ്ദേഹം ഹാസ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചു. സ്നേഹദാരിദ്ര്യം കൊണ്ട് വീട് പോലും ജയിലായി മാറിപ്പോകുമ്പോൾ ജയിലിനെ പോലും സ്നേഹത്തിൻ്റെ പൂങ്കാവനമാക്കി തീർത്തു ബഷീർ. വൈവിധ്യമാർന്ന മനുഷ്യ കഥാപാത്രങ്ങളെപ്പോലെ തന്നെ പ്രകൃതിയും അതിലെ അസംഖ്യം ജീവജാലങ്ങളും ബഷീർ കൃതികളിൽ സജീവമായി നിൽക്കുന്നു. പുഴുവിനും പുല്ലിനും പൂമ്പാറ്റയ്ക്കും വവ്വാലിനും മാനിനും മീനിനും കാക്കയ്ക്കും പൂച്ചയ്ക്കും കീരിക്കും കുറുക്കനും കുരങ്ങനുമെല്ലാം ബഷീർ തൻ്റെ സർഗാത്മക മണ്ണിൽ ഇടം കൊടുത്തു. ഭൂമിയുടെ അവകാശികളും തേന്മാവും നമ്മൾ വായിക്കുമ്പോൾ നാം അറിയാതെ പാരിസ്ഥിതിക വിവേകത്തിൻ്റെ സൗന്ദര്യബോധത്തിലേക്ക് എത്തിച്ചേരുന്നു. അതീവ ലാളിത്യവും എന്നാൽ ശൈലികൾ നിറഞ്ഞതുമായ രചനകൾ മലയാള വായനക്കാർക്ക് പാരായണ സുഗമങ്ങളായിരുന്നെങ്കിലും പരിഭാഷകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. എന്നിരുന്നാലും ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ന്റുപ്പാപ്പാക്ക് ഒരാന ഉണ്ടായിരുന്നു എന്നീ നോവലുകൾ ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലെല്ലാം തർജ്ജമ ചെയ്തു പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ബാല്യകാലസഖി, ഭാർഗവീ നിലയം തുടങ്ങിയ നോവലുകൾ സിനിമയാക്കിയിട്ടുമുണ്ട്. 1970 സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായി. 1982 പത്മശ്രീ പുരസ്കാരം നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. അതേ വർഷം തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി. മലയാള സാഹിത്യ ലോകത്തെ പകരക്കാരനില്ലാത്ത പ്രതിഭാശാലിയാണ് അക്ഷരസുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീർ. ഭാഷയിൽ സ്വന്തമായൊരു ഇരിപ്പിടം സൃഷ്ടിക്കുകയും തൻ്റേതായ ഭാഷാശൈലി കൊണ്ട് മലയാളിയുടെ ഭാഷാ ലാവണ്യത്തെ
അട്ടിമറിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം സമ്പന്നമാക്കിയ ഭാഷാ സാഹിത്യം ഇതിഹാസത്തിൻ്റെ ഭാഗം തന്നെയാണ്. മലയാള സാഹിത്യത്തിൻ്റെ ഉമ്മറക്കോലായിൽ ബഷീറിൻ്റെ ചാരുകസേര ഇപ്പോഴും ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു. പ്രേമലേഖനത്തിലെ സാറാമ്മ, മുച്ചീട്ടുകളിക്കാരൻ്റെ മകളിലെ സൈനബ, ഭാർഗവി നിലയത്തിലെ ഭാർഗവിക്കുട്ടി, ബാല്യകാല സഖിയിലെ സുഹ്റ, ൻ്റുപ്പാപ്പാക്കൊരാനേണ്ടാർന്നുവിലെ കുഞ്ഞിപ്പാത്തുമ്മ, പൂവൻപഴത്തിലെ ജമീല ബേബി, കാമുകൻ്റെ ഡയറിയിലെ ദേവി, മതിലുകളിലെ നാരായണി തുടങ്ങിയ എത്രയോ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ മലയാളത്തിൻ്റെ സ്വന്തം സുൽത്താൻ. എല്ലാ രചനകളിലും തനിക്കും മതത്തിനുമപ്പുറം മനുഷ്യ മനസ്സിൻ്റെ നന്മയും സൗന്ദര്യവും കാണാൻ ശ്രമിച്ച സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. ഇമ്മിണി വല്യ ഒന്നിന് ഓർമ്മയുടെ 1000 സ്നേഹപ്പൂക്കൾ. 1994 ജൂലൈ 5 കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ വെച്ച് മലയാളത്തിൻ്റെ ജനകീയ എഴുത്തുകാരനായ ബേപ്പൂർ സുൽത്താൻ നമ്മോട് വിടവാങ്ങി. ആ ദീപ്തസ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.